ഇപ്പോൾ ഈ രാത്രിയിൽ നമ്മെ തേടിയെത്തുന്ന വാർത്തകളിലൊന്ന് ഒരു വിയോഗത്തിന്റേതാണ്, ഒരു നഷ്ടത്തിന്റേതാണ്. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്യാം ബെനഗൽ അന്തരിച്ചു. 90 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. രാജ്യം പത്മശ്രീ, പത്മവിഭൂഷൺ ഇവയെല്ലാം നൽകി ആദരിച്ച പ്രതിഭ. ഇന്ത്യയിലെ നവതരംഗ സിനിമയുടെ തുടക്കക്കാരിലൊരാളായി വിലയിരുത്തപ്പെട്ട ചലച്ചിത്രകാരനാണ് ശ്യാം ബെനഗൽ. മികച്ച ചിത്രത്തിനും തിരക്കഥയ്ക്കുമടക്കം 5 തവണ ദേശീയ പുരസ്കാരം നേടിയ ശ്യാം ബെനഗലിന് സമഗ്ര സംഭാവനയ്ക്കുള്ള ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡും സമ്മാനിച്ചു. കൂടുതൽ വിവരങ്ങളുമായി അപർണ കാർത്തിക നമുക്കൊപ്പം ചേരുന്നു. അപർണ കാർത്തിക, ശ്യാം ബെനഗൽ അതൊരു അടയാളപ്പെടുത്തലായിരുന്നു. രാജ്യത്തിന്റെ അഭിമാനമായ ഒരു കലാകാരന് വിട നൽകുകയല്ലേ? എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം? ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് മരണം സംഭവിച്ചത്. മകൾ പ്രിയ ബെനഗലാണ് ഇക്കാര്യം ഔദ്യോഗികമായി മാധ്യമങ്ങളെ അറിയിച്ചത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഡിസംബർ 14-ന് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ബന്ധുക്കളും എല്ലാം ചേർന്ന് വിപുലമായ രീതിയിലാണ് അദ്ദേഹത്തിന്റെ 90-ാം പിറന്നാൾ ആഘോഷമാക്കിയിരുന്നത്. പക്ഷേ ആ സമയം മുതൽ അദ്ദേഹം വൃക്കസംബന്ധമായ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. സുജയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യൻ സിനിമയിൽ സമാന്തര സിനിമയ്ക്ക് കൃത്യമായ ഒരു ഇടം നൽകിക്കൊടുത്ത സംവിധായകൻ എന്നുള്ള നിലയിൽ തന്നെയാണ് ശ്യാം ബെനഗലിനെ അടയാളപ്പെടുത്തേണ്ടത്. സമാന്തര സിനിമകളുടെ വക്താവ് അല്ലെങ്കിൽ സമാന്തര സിനിമകളുടെ പിതാവ് എന്നുള്ള രീതിയിലെല്ലാം തന്നെ ആ രീതിയിലാണ് ശ്യാം ബെനഗൽ ശ്രദ്ധിക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം അങ്കൂർ 1973-ലാണ് ഈ ചിത്രം പുറത്തിറങ്ങിയത്. തുടർന്ന് ഭൂമിക, നിശാന്ത്, ഫോഗട്ടൺ ഹീറോ തുടങ്ങിയ സിനിമകളെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. അതായത് സമാന്തര സിനിമകൾ ഏത് രീതിയിലാണോ രാജ്യം ചർച്ച ചെയ്യേണ്ടത് അതിനേക്കാൾ ഉപരി ഈ ചിത്രങ്ങളെല്ലാം ചർച്ചയായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം സെക്കൻഡറാബാദിലാണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ സാമൂഹിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ പശ്ചാത്തലമാക്കിക്കൊണ്ടുള്ള സിനിമകളാണ് ആദ്യഘട്ടത്തിൽ അദ്ദേഹം ചെയ്തിരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അങ്കുർ എന്ന് പറയുന്ന സിനിമ തന്നെയാണ്. ഇന്ത്യൻ സിനിമയ്ക്ക് ശബന ആസ്മി എന്ന് പറയുന്ന ഒരു വലിയ താരത്തെ സംഭാവന ചെയ്ത ചിത്രം കൂടിയാണ് അങ്കുർ. ആന്ധ്രാപ്രദേശിലെ ഇടത്തരം കുടുംബത്തിലെ അവിടുത്തെ അന്നത്തെ ജന്മിത്ത വ്യവസ്ഥിതി ഉണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി എടുത്തൊരു സിനിമയാണത്. ലൈംഗികമായും സാമ്പത്തികമായും സ്ത്രീകളെ ചൂഷണം ചെയ്യപ്പെടുകയും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകളെ ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്നത് ഏതെല്ലാം തരത്തിലാണ് എന്നുള്ളത് പൊതു സമൂഹത്തിലേക്ക് ആദ്യമായിട്ടായിരിക്കാം ഒരു പക്ഷേ അത്തരത്തിലുള്ളൊരു തുറന്നു പറച്ചിലുകളുമായിട്ട് ഒരു ഇന്ത്യൻ സംവിധായകൻ തിരക്കഥ ഒരുക്കിയതും അദ്ദേഹം തന്നെയാണ്. ഇന്ത്യൻ സംവിധായകൻ എത്തിയത് അത് ഒരു വലിയ ചർച്ച ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടാക്കി എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. തൊട്ടു പിന്നാലെ വന്ന ചിത്രം നിശാന്ത്, അതിനുശേഷം ഭൂമിക. ഇതെല്ലാം തന്നെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ, നിശാന്തും പറയുന്നത് സമാനമായിട്ടുള്ള പശ്ചാത്തലമാണ്. ഈ പറയുന്നത് പോലെ തന്നെ ഒരു അധ്യാപകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും തമ്മിലുള്ള അവരുടെ കുടുംബം, അതിനകത്തേക്ക് ജാതി വ്യവസ്ഥയും ജന്മിത്വ വ്യവസ്ഥയും എല്ലാം വരുന്നതും അത് ഏത് രീതിയിലാണ് രാജ്യം ചർച്ച ചെയ്യേണ്ടത്, സമകാലിക രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലങ്ങളെല്ലാം എങ്ങനെയാണ് എന്നുള്ളതിനെ അടയാളപ്പെടുത്തുക കൂടി ചെയ്ത ചിത്രമാണ്. അതിനോടൊപ്പം തന്നെ ചില പേരുകൾ, ഇപ്പം ഹിന്ദി സിനിമയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ശബന ആസ്മിയുടെ പേര് ഞാൻ സൂചിപ്പിച്ചു, അതുപോലെ തന്നെ നസറുദ്ദീൻ ഷാ, അമരീഷ് പുരി, ഓം പുരി, ഇത്തരം ആളുകളെല്ലാം തന്നെ ചലച്ചിത്ര ലോകത്തേക്ക് ചുവടുവയ്ക്കുന്നത് ശ്യാം ബെനഗലിൻ്റെ ചിത്രങ്ങളിലൂടെയാണ്. രാഷ്ട്രീയമായും സാമൂഹികമായും ഏതു തരത്തിലാണ് ചലച്ചിത്രം അടയാളപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ കലയ്ക്ക് വേണ്ടിയല്ല കല സമൂഹത്തിന് വേണ്ടിയാണ് എന്നുള്ളൊരു ധാർമ്മികത ആ ബോധത്തിൽ ഊന്നിക്കൊണ്ടുള്ള ചലച്ചിത്ര പ്രവർത്തനമാണ് ശ്യാം ബെനഗൽ നടത്തിയിരുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ അവസരത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ അപർണ കാർത്തിക, ഹിന്ദിയിൽ മികച്ച ഫീച്ചർ ചിത്രത്തിനുള്ള പുരസ്കാരം അത് ദേശീയ തലത്തിൽ അദ്ദേഹത്തിന് 7 തവണയാണ് ലഭിച്ചത്. നേരത്തെ അപർണ സൂചിപ്പിച്ചതുപോലെ ഓരോ സിനിമയും ഓരോ അടയാളപ്പെടുത്തലാണ്. ആ കാലഘട്ടത്തിൽ ഏറ്റവും മികച്ചതെന്ന് പറയാവുന്ന അടയാളപ്പെടുത്തലാണ്. അങ്ങനെ കൃത്യമായി തന്നെ തന്റെ കലാരൂപത്തിലൂടെ അടയാളപ്പെടുത്തിയാണ് അദ്ദേഹം വിട പറയുന്നത് എന്ന് നമുക്ക് വിലയിരുത്തിക്കൂടെ? അങ്ങനെ തന്നെ പറയണം. കാരണം ശ്യാം ബെനഗൽ എന്ന് പറയുമ്പോൾ അതൊരു ബ്രാൻഡായി മാറിയിട്ടുണ്ട്. കാരണം ശ്യാം ബെനഗലിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പക്ഷേ 73-ൽ താരതമ്യേന ചലച്ചിത്ര പ്രയാണം വെച്ച് നോക്കുമ്പോൾ അല്പം വൈകി സിനിമാ രംഗത്തേക്ക് എത്തിയ ആളാണ് ശ്യാം ബെനഗൽ എന്ന് പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ കരിയർ ആരംഭിക്കുന്നത് ഒരു കണ്ടന്റ് റൈറ്ററായിട്ടാണ്, ഒരു കോപ്പി റൈറ്ററായിട്ടാണ്. ഒരു പരസ്യ കമ്പനിയിൽ ജോലി തുടങ്ങിയ ആളാണ്. പിന്നീട് അദ്ദേഹം ആ പരസ്യ കമ്പനിയുടെ ഉടമയായി മാറും. അതിനെല്ലാം ശേഷമാണ് അദ്ദേഹം 70-കളിലാണ് ഒരു ഫീച്ചർ ഫിലിം എന്നുള്ള തരത്തിലേക്ക് രംഗത്തേക്ക് വരുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് എത്രമാത്രം കാലം അതിനിടയ്ക്ക് സമാന്തര സിനിമകൾ എത്രമാത്രം വളർന്നു, ഇന്ത്യൻ സിനിമ എത്രമാത്രം വളർന്നു എന്നുള്ളത് ചരിത്രം സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണ്. പക്ഷേ ഇതിനിടയിലും പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറയുകയും അടയാളപ്പെടുത്തുകയും സിനിമ കാണാൻ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ആളുകളല്ല, പ്രേക്ഷകരല്ല സിനിമയെ വിലയിരുത്തേണ്ടത്. പറയുന്ന വിഷയം എന്താണോ, കാലിക പ്രസക്തമായ വിഷയങ്ങൾ പറയുന്നതിലൂടെയുള്ള ഒരു അടയാളപ്പെടുത്തലുണ്ട്. ഒരു കലയ്ക്ക് സമൂഹത്തിനോടുള്ള ചില ധാർമ്മിക ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്നാണ് പത്മ പുരസ്കാരം നേടി പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്. രാജ്യം പത്മശ്രീ നൽകിയിട്ടുണ്ട്, അതിനുശേഷം പത്മഭൂഷണം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമായി 2004-ൽ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരവും ശ്യാം ബെനഗലിനെ തേടിയെത്തിയിട്ടുണ്ട്.